ഗൈസ് നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ സൗദി അറേബ്യയിലെ മനോഹരമായ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് റിജൽ അൽമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. ഇപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ അൽസുദ സൂയിസൈഡ് പോയിന്റ് എടുത്ത് നമ്മുടെ മച്ചാമ്മ വിജോബായി അതുപോലെ തന്നെ വിനേഷ് ബ്രോ അവിടെ കട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിജൽ അൽമക്കിൻ്റെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പറ്റും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ലോഗ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റിജൽ അൽമൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പുറകിലടങ്ങൾക്ക് ഒരുപാട് ബിൽഡിംഗ് കാണില്ലേ, അതാണ് ആക്ച്വലി ഇവിടുത്തെ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്ന ഒരു ബിഗ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ്. അപ്പോൾ ഇനി ബാക്കി ഇതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ച് തരാം. അബഹയിൽ നിന്നും ഏകദേശം 52 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിലേക്ക് എത്തുക. 900 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ ഇത് പറയപ്പെടുന്നത്. 60ഓളം വീടുകളാണ് ഇതിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലുള്ള ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ ഉള്ള നല്ലൊരു മ്യൂസിയം ഇതിൻ്റെ അകത്ത് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മച്ചന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട്, സെറ്റല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ അകത്തുള്ളൊരു കുഞ്ഞ് ഷോപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പുരാതന കാലത്തുള്ള യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് വസ്തുക്കളുടെ ശേഖരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെൽറ്റ്, കത്തി, അതുപോലെ തന്നെ പാത്രങ്ങൾ, പാവക്കുട്ടികൾ, ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. അപ്പോൾ അതവിടെ നല്ല തേൻ കണ്ടിട്ടുണ്ട്, ഇതുണ്ടോ, നല്ല ഫ്രഷ് തേനാണ്. ഇതിന് 70 റിയാലാണ് ഇതിൻ്റെ ഒരു റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5-2 കിലോൻ്റെ അടുത്തുണ്ട്. 300 റിയാലാണ്. നാട്ടിൽ 6000 രൂപയുടെ അടുത്ത് വരും ഈ സാധനത്തിൻ്റെ വില. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പോലത്തെ എന്താ പറയുക, ഇവരുടെ പുരാതനമായിട്ടുള്ള കാലത്ത് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്താ പറയുക ഡോള് പോലത്തെ സംഭവങ്ങൾ, നമ്മുടെ ദഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണിത്. ഇതുണ്ടോ, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. 80 റിയാലാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വരിക, ഇത് താളം പിടിക്കാറുള്ള ആളുകൾക്കൊക്കെ പൊളിക്കാം. അപ്പോൾ അതാണ് ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. എത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് ആക്ച്വലി ഇവരിത് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ ആദ്യം മലയാളീസ് അതിൻ്റെ പേരിൽ നമ്മൾ പൈസ കൊടുക്കാതെ അതിൽ കയറാനാണ് നമ്മൾ നോക്കിയത്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞ ഇതിലേ കയറാൻ പറ്റില്ല. അപ്പോൾ 20 റിയാലാണ് ഒരു ടിക്കറ്റിന്. അപ്പോൾ നമ്മൾ ആ മ്യൂസിയത്തിൽ അങ്ങനെ കയറാൻ പോവാണ് 20 റിയാലിന്. അപ്പോൾ നമ്മൾ 20 റിയാൽ കൊടുത്തു. ഇനിയിപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ അകത്തുള്ള പുരാതനമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്കാണ് കയറുന്നത്.
അപ്പോൾ അതാ ഇങ്ങോട്ട് വരുന്ന ആളുകൾ മാക്സിമം നല്ല രാവിലെ പോരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുറത്തൊക്കെ നല്ല തണുപ്പാണെങ്കിലും മ്യൂസിയത്തിൻ്റെ അകത്ത് നല്ല ചൂടുണ്ട്. കാരണം നമ്മൾ വേർത്തത് ഇപ്പോൾ ഏകദേശം 10 മണിയോടെ ആയിട്ടുണ്ട്. ഇത് ഒരുപാട് നടക്കാൻ ഒരുപാട് കാണാനുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ടൈം കണക്കാക്കിയിട്ട് വന്നാൽ ഫുള്ള് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലേ? അതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനുള്ള ആവതില്ല അല്ലേ? അതാ നടന്ന് കുഴങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നൊരു സംഗതി എന്താ വെച്ചാൽ, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട നീ, പോരണ്ട നീ, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട നീ, പോരണ്ട നീ. പക്ഷെ മച്ചന്മാരെ കുഴങ്ങിയാലും വയർത്താലും ക്ഷീണിച്ചാലും ഇങ്ങോട്ട് പോരാതൊക്കെ കേട്ടോ. സംഭവം പൊളിയാണ്, അടിപൊളി സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ അതാ 2 മിനിറ്റ് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ അതാ വീണ്ടും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയേക്കണം, അവിടെ എന്തോ ഉണ്ട് വേണോ? അവിടെ കോഴി മാത്രമല്ല, കോഴി മാത്രമല്ല, പൂവൻ കോഴിനെ കാണാണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി വെക്കല്ലേ? ഓരോരോ പടവുകൾ കയറി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, മരത്തടി കൊണ്ടാണ് ഇവരിതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ലിൻഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മരത്തടി കൊണ്ടാണ്. കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചുമരുകൾ കണ്ടോ, ഫുള്ള് എന്താ പറയുക പാറക്കല്ലുകൾ, ആ ചെറിയ ചീളുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കണ്ടോ, ചെറിയ എന്താ പറയുക വിറക് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ മേൽക്കൂരിയും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയതുണ്ടോ, ഒരു പലക അല്ല ഒരു മരത്തിൻ്റെ തടി, പിന്നെ ചെറിയ വിറക് കഷ്ണങ്ങളൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. ഇതിൻ്റെ അകത്തേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒന്നാമത് തന്നെ ഈ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു തണുപ്പ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിജലൽമ അതിൻ്റെ കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ കണ്ടോ, വെള്ളം ഒഴുകി പോയിട്ട് പാറക്കെട്ടുകളൊക്കെ ഇതായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഒരു ബോർഡ് കണ്ടു. ഇതെന്താണ് ആക്ച്വലി? ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗദി അറേബ്യയിൽ സാധാരണ മഴ ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ മഴക്കാലത്ത് നല്ല രീതിയിൽ സൗദി അറേബ്യയിൽ മഴയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കാണുന്ന മേളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി ഈ താഴത്തെ പ്രദേശത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ചരലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്നതാണ്. അപ്പോൾ നല്ല മഴ കഴിയുന്ന സമയത്ത് ഈ പറയുന്ന 1 മീറ്റർ 10 സെൻറ്റി ലെവൽ വരെയൊക്കെ വെള്ളം പൊന്താറുണ്ട്. ആ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര വെള്ളം പൊന്തിയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ റിജലൽമയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ്. അപ്പം സൗദി അറേബ്യയിലുള്ള ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം വരുന്ന ആളുകൾ ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക. അപ്പം ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മറ്റു നല്ല കീട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഷമീർ അലി സൈനിങ് ഓഫ്. ബൈ. അപ്പോൾ അതാ നമുക്ക് വീണ്ടും കുറച്ച് മലയാളി സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. എവിടെ നാട്ടിലെവിടെയാണ്? തിരുവനന്തപുരം. ഞാൻ ആറ്റിങ്ങല്. ഓക്കെ. ഞാൻ കൊല്ലമാണ്, ചടയമംഗലം. ഓക്കെ. ഇവിടെ സൗദിയിലോട്ട് വർക്ക് ചെയ്യുന്നത് അബഹേലാണല്ലേ? എങ്ങനെയുണ്ട് നമ്മളുടെ സൗദിയിലെ ഈ ഒരു അൽസുദ? നിങ്ങൾ റിജൽമ പോയിട്ടുണ്ടായിരുന്നല്ലേ? അവിടെ എന്താണ് അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ? അടിപൊളിയാണ്, നല്ല രസമാണ്. മലയുടെ സൗന്ദര്യവും ഇതുമായിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സൗദിയിലേക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ. അതെ അതെ. സൗദിയിൽ ഏറ്റവും കാണാൻ നല്ല ഭംഗിയുള്ളത് അബഹയിലാണ്. ഈ സുധ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള. ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ചൂടുള്ള സമയത്ത് ഇവിടെ തണുപ്പ്. അപ്പൊ അതാ ഇവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താ വെച്ചാല് സൗദി അറേബ്യ അടിപൊളിയാണ്, ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം തീർച്ചയായിട്ടും അബഹയിൽ എല്ലാ സമയത്തും നല്ലൊരു കാലാവസ്ഥയാണ് എന്നാണ് ഇവരും പറയുന്നത്. അപ്പൊ എന്തായാലും സൗദി അറേബ്യയിലെ ആളുകൾ ഇവിടേക്ക് വരിക, ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഉഷാറാക്കുക. സെറ്റല്ലേ? അപ്പൊ ഒരു അടിപൊളി. ഓക്കെ.